കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. എല്ലാ പൂജകളും ഉച്ചപൂജയും കളഭാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നുണ്ണി കണ്ണൻ നല്ല സന്തോഷത്തിലാണ്. ഇന്നത്തെ കളഭാലങ്കാരം കണ്ടാലും നല്ല സന്തോഷമാവും നമുക്ക്. താമരപ്പൂവിൽ നിൽക്കണ ഒരു ഉണ്ണിക്കണ്ണനെയാ ചാർത്തിരിക്കണത്. താമരപ്പൂ നല്ല ഭംഗിയായിട്ട് കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അതിൽ കാല് പണച്ചു വെച്ചുകൊണ്ടാണ് ഉണ്ണിക്കണ്ണൻ നിൽക്കണത്. പണച്ചു വെച്ച രണ്ട് കാലുമ്പിൽ ഇതാ പൊൻതളകൾ കാണാം. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് പറ്റി കിടക്കുക. ഒരു മിടുമിടുക്കണം. നല്ല കൗതുകം ഉണ്ട്. ആ താമരയിൽ നിൽക്കണ കാണാൻ തന്നെ നല്ല കൗതുകങ്ങൾ ഉണ്ട് കാണാൻ. കഴുത്തിന് നല്ല ഭംഗിയുള്ള മുല്ലമുട്ടുമാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല, പിന്നെ മാറത്തൊരു സ്വർണ്ണഗോപി, രണ്ട് തോളത്തും ഓരോ സ്വർണ്ണഗോപികൾ, എല്ലാം നെയ്വിളക്കിൻ്റെ ശോഭയിൽ തിളങ്ങുന്നുണ്ട് കേട്ടോ. കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയുണ്ട്. ഒരു മിടുമിടുക്കൻ നല്ല കൗതുകമുണ്ട്. മുഖമൊക്കെ കാണണം. എന്തൊരു കൗതുകം അറിയോ. ഒരു മിടുമിടുക്കൻ ഒരു ഉണ്ണി. അതാ രസം. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസത്തോടുകൂടി രണ്ട് കൈയോടുകൂടി പൊന്നോടൊക്കെ ചുണ്ടോട് അടുപ്പിച്ച് വെച്ചിട്ട് വേണു ഗാനം പൊളിക്കുകയാണ്. നല്ല ഭംഗിയുള്ള ഒരു ഉണ്ണിക്കണ്ണൻ. മുരളീധരനായിട്ട് താമരയിൽ നിൽക്കുക. അങ്ങനെ താമരക്കണ്ണനായിട്ട് നിൽക്കുകയാണ് ശ്രീലകത്ത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ കേട്ടോ. കളഭം കൊണ്ട് പീലിയൊക്കെ ചാർത്തിയിട്ട് നല്ല കൗതുകമുണ്ട് കാണാൻ ഉണ്ണിക്കണ്ണനെ കാണാൻ. മുഖമൊക്കെ കാണാൻ നല്ല കൗതുകമാണ്. ആ കാല് പണച്ച് വെച്ച് ഓടക്കോഴം വിളിച്ച് താമരയിൽ ഇങ്ങനെ നിൽക്കണ ഉണ്ണിക്കണ്ണനെ കാണാൻ അത്ര കണ്ട് ഭംഗിയുണ്ട്. നല്ല സന്തോഷവും കണ്ട. ഉണ്ണിക്കണ്ണനും നല്ല സന്തോഷത്തിലാണ്. ഉദയാസ്തമന പൂജയൊക്കെ കഴിഞ്ഞ് നല്ല സന്തോഷത്തിലാണ്. അതുപോലെ തിരുമുടി മാലകൾ 2-3 ചാർത്തിരുന്നത്. വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ളതൊന്ന്, പിന്നെ താമരയും തുളസിയായിട്ടുള്ളതൊന്ന്, അങ്ങനെ 2 തിരുമുടി മാലകൾ. അതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകൾ. ഒന്ന് വെളുത്ത പൂവും തെച്ചിപ്പൂവും ഇങ്ങനെ ഇടകലർന്ന് നല്ല ഭംഗിയുള്ള ഒന്ന്, മറ്റത് താമരയും തുളസിയായിട്ടുള്ളതൊന്ന്. അങ്ങനെ 2 ഉണ്ടമാലകളും കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട്. 2 ഉണ്ടമാലകളും 2 തിരുമുടി മാലകളും. അതിൻ്റെ നടുവിൽ താമരപ്പൂവിൽ വിടർന്ന താമര, നല്ല ഭംഗിയുള്ള താമര. ആ താമരയിൽ കാല് പിണച്ച് വെച്ചും കൊണ്ട് നിന്ന് ഇങ്ങനെ ഓടക്കുഴൽ വിളിക്കുകയാണ് ഉണ്ണിക്കണ്ണൻ. അതുപോലെ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിയത്. താമരയും തുളസിയായിട്ട് തന്നെ 2 താമര മാത്രമായിട്ട് 2, പിന്നെ കണ്ണന് പറയപ്പെട്ട തുളസിപ്പൂവായിട്ട് 2, അങ്ങനെ 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിട്ടുണ്ട്. ശ്രീലകത്തൊക്കെ നോക്കിയാൽ നല്ല സന്തോഷമാവും. അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണൻ്റെ ആ നിപ്പ് കാണാൻ തന്നെ നല്ല കൗതുകമുണ്ട്. ആ പൊന്നുണ്ണി കണ്ണൻ്റെ രൂപം മനസ്സിൽ വിചാരിച്ച തൃപ്പാദത്തിലൂടെ വീണ് നമസ്കരിക്കുക. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. സേവിച്ചതിൽ ശമ്പളമായി എനിക്കു ഭോഗങ്ങൾ തന്നാൽ അതെനിക്കു വാങ്ങാൻ സാധിക്കയില്ലെന്ന് പറഞ്ഞിടുമ്പോൾ അലൗകികം തോന്നരുതെന്നപേക്ഷ. മുൻജന്മമെന്നോ ഇനിയത്തെ ജന്മമെന്നോ ശ്രവിക്കുന്നത് ദുസ്സഹം മേ. ഇജന്മമെൻ കണ്ണന ദൃശ്യനെങ്കിൽ ഏതേതു ജന്മത്തിലും അപ്രകാരം ഒരാളെയും ഞാൻ ഇനി വിശ്വസിക്കില്ലിതേവരെ. ചെയ്തതബദ്ധമായി മുരാരി തൻ സ്നേഹമുറഞ്ഞിടുന്ന പാതാരവിന്ദങ്ങളെ വിശ്വസിക്കാം. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ആ പാതാരവിന്ദത്തിൽ, ആ താമരപ്പൂവിൽ നിൽക്കണം ആ ഉണ്ണിക്കണ്ണൻ്റെ പാതാരവിന്ദത്തിലൊക്കെ വീണ് നമസ്കരിക്കുക തന്നെ. കണ്ണൻ ആ ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ് ആ തൃപ്പാദം, ആ തൃപ്പാദത്തിൽ വീണങ്ങൾ നമസ്കരിച്ച പണച്ചു വെച്ചിരിക്കുന്ന തൃപ്പാദങ്ങൾ. ആ 2 തൃപ്പാദം മുറുകെ പിടിച്ച് ആ പൊന്നുണ്ണി കണ്ണൻ്റെ, ആ മുരളീധരൻ്റെ, ആ താമരക്കണ്ണൻ്റെ മുഖം നോക്കി ഉറക്ക നാമം ജപിക്കുക. എന്താ മനോഹരമായ പുഞ്ചിരിയോട് കൂടിയിട്ട് ആ മുരളി വായിക്കണത് കേട്ടോ. അങ്ങനെ ഉറക്ക നാമം ജപിക്കുക നമുക്ക്. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.